കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ മഹത്വം കരയറ്റുന്നു. നമ്മളെ എല്ലാവരെയും കർത്താവ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം അനുഗ്രഹമായി നടത്തിയല്ലോ. ദൈവത്തിൻ്റെ കാര്യത്തിലും കാവലിലും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ താങ്ങി നിർത്തുന്നതും വഴി നടത്തുന്നതും കാവൽ പോകുന്നതും അതിനെപ്പറ്റി തന്നെയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് തന്നെ പറ്റി തന്നെ പറയുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഐ ആം സെയിൻസ് എന്ന് പറയുന്നത്. ഞാൻ ആരാണ് എന്ന് തന്നെ പറയുന്ന കാര്യങ്ങൾ. അതിൽ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ഇന്ന് പകലിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഐ ആം എ ഗുഡ് ഷെപ്പേർഡ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്ന കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ മനുഷ്യനോടുള്ള ബന്ധത്തെ വിശദീകരിക്കുവാനായിട്ട് ഒരുപക്ഷെ ഒരു വാക്കിനോ ഒരു പദപ്രയോഗത്തിനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ദൈവാത്മാവ് അത് വെളിപ്പെടുത്തുന്നത് പല വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും നമുക്ക് വ്യക്തമാകുന്ന ഭാഷ ഉപയോഗിച്ച് തന്നെയാണ് ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുന്നത്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്നത്. ഓരോ സാംസ്കാരിക തലത്തിനകത്തും നമുക്ക് വ്യക്തമാകുന്ന ബന്ധങ്ങളെ മനസ്സിലാകുന്ന വാക്കുകളുണ്ട്. ബൈബിളിൽ പിതാവിനെ കർത്താവ് പരിചയപ്പെടുത്തുന്നത്, ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് പിതാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ദൈവം ആരാണ്, ദൈവം നമ്മളോട് എങ്ങനെ ബന്ധപ്പെടുന്നു, എങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ വാക്കുകളിൽ മനസ്സിലാക്കി തരികയാണ്. നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ പരിചയിക്കുന്ന ഒരു വാക്കാണ് അപ്പം എന്നുള്ളത്. അപ്പം ഞാൻ ഒരു ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ അപ്പത്തിന് ജീവൻ തരുന്ന എന്നർത്ഥം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറേ കൂടെ. എന്ന് പറയുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് ഇടയൻ. ഇടയൻ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ യഹൂദന് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയൻ അവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ള ഒരറിവാണ്. അവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ള ഇടയനും ആടും തമ്മിലുള്ള ബന്ധം ഒരു ഇസ്രായേലിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവരുടെ തുടക്കം മുതൽ അവർ ഇടയന്മാരാണ്. മിസ്രൈമിലെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മിസ്രൈമിൽ എന്താണ് സംഭവിച്ചത്? മിസ്രൈമിലേക്ക് ഈ യഹൂദന്മാർ അല്ലെങ്കിൽ ഹിബ്രു ജനം, പ്രത്യേകിച്ച് ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ യാക്കോബും മക്കളും അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ അതിനെപ്പറ്റി പറയുന്നിടത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈജിപ്തിലുള്ള ആൾക്ക് അല്ലെങ്കിൽ മിസ്രൈമിയർക്ക് ഇടയന്മാരോട് ഇഷ്ടക്കുറവാണ്, വെറുപ്പാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതിൻ്റെ കാരണം ഇടയന്മാരായ ആളുകൾ നൊമാഡിക്കാണ്. അവരെപ്പോഴും ഇങ്ങനെ ആടുകളുടെ ഒപ്പം സഞ്ചരിക്കുന്നവരാണ്. അവർ ജീവിക്കുന്ന ആടുകൾക്ക് വേണ്ടിയാണ്. ആടുകളുമായിട്ടാണ് അവരുടെ സഹവാസം. ആടുകളോടൊപ്പം കിടന്നുറങ്ങുക, ആടുകളോടൊപ്പം ജീവിക്കുക, ആടുകളുമായി ചേർന്നൊരു ലോകമാണ് ഇടയൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതം ഒരിക്കലും ഒരു ക്ലീൻ ആയിരിക്കണം എന്ന നിർബന്ധമില്ല. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇടയൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ ശുദ്ധമായ സ്റ്റാൻഡേർഡ് ലൈഫൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊരു കാര്യം, ഇസ്രായേൽയർക്ക് അവരുടെ പല ദേവതകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മുഖമാണ് ഈ ആടിൻ്റെ മുഖം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പല കാരണങ്ങളാണ് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ആടുകളോടൊപ്പം സഞ്ചരിക്കുന്ന ഇടയന്മാർക്ക് അവരുടെ ആ ജീവിതശൈലി വ്യത്യാസമാണ്. നമുക്കതത്ര ശീലമില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ കൾച്ചറിൽ ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ കൾച്ചറിൽ ആട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചെമ്മരിയാടല്ല, ഈ കോലാട് എന്ന് പറയുന്ന കൊമ്പൊക്കെയുള്ള നമുക്ക് ഒറ്റയ്ക്ക് വളരുന്ന ആ മൃഗത്തെയാണ്. പക്ഷേ ഇവരുടെ സംസ്കാരത്തിനകത്ത്, ഇസ്രായേലിൻ്റെ സംസ്കാരത്തിനകത്ത് ചെമ്മരിയാട് എന്ന് പറയുന്ന കൂട്ടമായി വളരുന്ന ഒരു ഇടയൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന, നമ്മുടെ ഇവിടുത്തെ കൾച്ചറിലൊക്കെ നമുക്ക് അത്തരം ഒരു കാര്യം കാണണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് താറാവ് വളർത്തുകാരായിരിക്കും ഒരു പക്ഷേ കുറേ കൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. ഈ ആലപ്പുഴ ഭാഗത്തേക്ക് ചെന്നാൽ ഒരു പറ്റം താറാവിനെയുമായിട്ട് സഞ്ചരിക്കുന്ന മനുഷ്യർ, അവരിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു വടി മാത്രം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും താറാവിനെ അവർ നയിച്ച് കൊണ്ടുപോവുക. അതൊരു വലിയ പരിശീലനമാണ്. അത് ചെറിയ കാര്യമല്ല, അത് നമ്മളെ കൊണ്ടൊന്നും ആവുന്ന കാര്യമല്ല.
ഇത്രയും തിരക്കുള്ള റോഡിൽ കൂടെ വരെ അത്രയും താറാവിനെ നയിച്ചുകൊണ്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് പരിചയമുള്ള, വളരെ വ്യക്തമായി അവരുടെ തുടക്കം മുതൽ പരിചയമുള്ളൊരു പദമാണ് ഇടയൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് വായിക്കുമ്പോൾ അവരുടെ നേതൃത്വങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇടയൻ്റെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ മോശയെ നമ്മൾ പഠിച്ചു നോക്കിയോ, മോശയുടെ ട്രെയിനിങ് മുഴുവൻ നടന്നത് ഈ ആടുകളുടെ കൂടെയാണ്. മുൻകോപിയും പെട്ടെന്ന് എടുത്തിയാട്ടക്കാരനും ഒരുപക്ഷെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുമായ മോശ 40 വർഷത്തെ ട്രെയിനിങ് ശേഷം നമ്മൾ കാണുന്നത് വളരെ ശാന്തനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് എവിടെയാണ് ഈ സ്വഭാവം പഠിക്കാൻ കാരണമായത്? ഈ ആടുകളോടൊപ്പമുള്ള ജീവിതമാണ്. ആടുകളോടൊപ്പമുള്ള ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന് പകർന്നു കിട്ടിയത് ഈ ആടിൻ്റെ സ്വഭാവമായിരിക്കും ഒരു പക്ഷേ. കാരണം ഒരു ഇടയന്, കോപാകുലനായ ഒരു ഇടയൻ ഒരു കാരണവശാലും ഇത്രയും ആടുകളെ കൊണ്ടുപോകാൻ കഴിയില്ല. ക്ഷമയും സഹിഷ്ണുതയും കൂടി വളരെ മിണ്ടാപ്രാണികളായി ഇവയെ നയിച്ചുകൊണ്ട് പോകാനുള്ള മനസ്സുള്ള ഒരാൾ മാത്രമേ ഈ ഇടയനായിട്ട് രൂപപ്പെടുത്തുള്ളൂ. അപ്പോൾ ഒരു വരീറായ ഭയങ്കര ശക്തനായ ഒരു രാജകുമാരനായിട്ട് വളർന്ന ഒരു മനുഷ്യന് ഇടയനായി മാറ്റപ്പെടുകയാണ് അടുത്ത 40 വർഷം കൊണ്ട്. അങ്ങനെ ഒരാളെയാണ് ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് വേർതിരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവജനത്തെ നയിക്കാനായിട്ട് ഒരു ഇടയൻ്റെ മനസ്സ് വളരെ ആവശ്യമാണ്. ദൈവിക നേതൃത്വങ്ങൾക്ക് ഇടയൻ്റെ മനസ്സ് വളരെ ആവശ്യമാണ്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് കാണാൻ കഴിയും. അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദിൻ്റെ ജീവിതത്തിലാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അവരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ആളാണ് ദാവീദ്. ദാവീദ് ആരാണ്? ദാവീദ് ഒരു ഇടയനായിരുന്നു. ഇടയനിലാണ് അവൻ്റെ ജീവിതം. അവൻ്റെ കരിയർ ആരംഭിക്കുന്നത് തന്നെ ഒരു ഇടയൻ എന്ന നിലയ്ക്കാണ്. ഈ ഇടയ പരിപാലനത്തിനകത്ത് അവൻ നേരിട്ട് 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഒരിക്കലൊരു കരടിയും മറ്റൊരു സിംഹത്തെയും കൊല്ലേണ്ടി വന്നു. എന്താണ് കാരണം? ആടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ആടുകൾക്ക് വേണ്ടി ഇടയന് അവനെ തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത്. അതാ കർത്താവ് പറഞ്ഞത്. കർത്താവ് ഇവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, നമുക്കൊന്ന് വായിക്കാം, അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാവും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം, അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല ഞാൻ തന്നെ വായിക്കാം, കുഴപ്പമില്ല. 11, 12, 13 വാക്യങ്ങൾ അതിങ്ങനെയാണ്. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ 11. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവരെ പിടിക്കുകയും ചിഹ്നിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. പിന്നെ കർത്താവ് താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നത് പിന്നെയും വിശദീകരിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. നോക്കിക്കേ, ഞാൻ നല്ല ഇടയനാവുന്നു. നല്ല ഇടയൻ, അതിൻ്റെ വിശദീകരണം പറയും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഒരുപക്ഷെ ദാവീദിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദാവീദിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആ ഒരു കരടിക്കോ അല്ലെങ്കിൽ സിംഹത്തിനോ ദാവീദിനെ കൊല്ലുവാൻ കഴിയുമായിരുന്നെങ്കിൽ അവിടെ തീരുകയാണ് അവിടെ. അപ്പോൾ ആടുകൾക്ക് പ്രാധാന്യമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഇടയൻ എന്ന് പറയുന്നത്. ആടുകളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരാളാണ് ഇടയൻ. ആടുകളുടെ ജീവന് പ്രാധാന്യമുണ്ട്, അവരുടെ ലൈഫിന്, അവരുടെ ഭക്ഷണത്തിന് പ്രാധാന്യമുണ്ട്, അവരുടെ വളർച്ചയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുള്ള മനുഷ്യനാണ് ഒരു ഇടയൻ എന്ന് പറയുന്നത്. അവൻ്റെ ചിന്തകളിൽ ആടുകളാണ് പ്രധാനം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപമയുണ്ട്. അതിനകത്ത് യേശു പറയുന്നത് ഇങ്ങനെയാണ്: 100 ആടുണ്ട്. 100 ആടിൽ ഒരെണ്ണം മാത്രം വഴി പറ്റി മാറിപ്പോകുമ്പോൾ ബാക്കി 99 എണ്ണത്തെയും സുരക്ഷിതമായ സ്ഥലത്ത് വിട്ടിട്ട് ഒരെണ്ണത്തിന് വേണ്ടി പോവുക. ഒരു ഇടയനല്ലാത്ത ഒരാൾക്ക് ആ ചിന്ത ഉണ്ടാവില്ല. ഇടയനല്ലാത്ത ഒരാൾക്ക് ആ പോയത് പോയോ, 100 എണ്ണം ഉണ്ടല്ലോ, അതിൽ ഒന്നല്ലേ പോയുള്ളൂ, നാളെ ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ ഇടയൻ്റെ മനസ്സുള്ള ഒരാൾക്ക് അത് ഒരു മനസ്സാണത്, ഒരു നിയോഗമാണത്. അപ്പോൾ ഇടയൻ്റെ മനസ്സുള്ള ദാവീദിന് ഒരു കാരണവശാലും ഒരു കരടി വന്നാൽ, സിംഹം വന്നാൽ ഒരാടിനെ കൂടുതൽ പിടിക്കില്ലല്ലോ, എല്ലാത്തിനും പിടിക്കാൻ പറ്റില്ല, ഒരെണ്ണത്തെ പിടിക്കുക, അത് പിടിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ദാവീദ് അങ്ങനെ ചെയ്യുന്നില്ല. അവൻ്റെ 2 പരീക്ഷണങ്ങൾക്കകത്തും അവൻ ആ ആടുകളെ കൊല്ലാൻ വന്ന ജന്തുവിനെ തകർത്ത് കളയുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മനോഭാവമുള്ളവനാണ് ഇടയൻ. അപ്പോൾ ഇടയൻ എന്ന് പറയുന്നത് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരുവനാണ്. അതാണ് കർത്താവിൻ്റെ കൺക്ലൂഷൻ അങ്ങനെ പറയുന്നത്. ഞാൻ നല്ല ഇടയനാവുന്നു. അപ്പോൾ ഈ നല്ല ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചോദിക്കും, എന്തുകൊണ്ടാണ് നല്ല ഇടയൻ എന്ന് പറയാൻ കാരണം? ചീത്ത ഇടയൻ ഉണ്ടാകുമോ? ഉണ്ടാകുമായിരിക്കാം.
ദൈവസഭയുമായി ബന്ധപ്പെട്ട് ദൈവജനവുമായി ബന്ധപ്പെട്ട് ഇടയൻ്റെ പ്രശ്നത്തെ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. യെഹെസ്കേൽ അതിൻ്റെ 34 അധ്യായത്തിനകത്ത് ആരാണ് ഇടയൻ, ഇടയൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്കവിടെ കാണാൻ കഴിയും. യെഹെസ്കേൽ 34 അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാമോ? യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാരെക്കുറിച്ച് പ്രവചിക്കുക. നീ പ്രവചിച്ചവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ല താനും. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവുകെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ഇടയനല്ലായ്ക കൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായിത്തീർന്നു. എൻ്റെ ആടുകളെല്ലാം മലകളിലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉഴന്നു നടന്നു. ഭൂതലമൊക്കെയും എൻ്റെ ആടുകൾ ചിതറിപ്പോയി, ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. മതി. ആ ചാപ്റ്ററിൽ ഉടനീളം ഈ ഇടയൻ്റെ ഷെപ്പേർഡിങ്ങിൻ്റെ ഒത്തിരി ഡയമെൻഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് ഇന്നത് വായിച്ചു നോക്കണം. കാരണം ഇത് നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ജീവിതം, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ വളർച്ച, ഉയർച്ച, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് വായിച്ചു നോക്കണം. ഇവിടെ നമ്മൾ വായിച്ചത് ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇസ്രായേൽ ഇടയന്മാരുടെ ദൈവത്തിൻ്റെ ആലോചന ഇങ്ങനെയാണ് വരുന്നത്. തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇടയന്മാർ ഇപ്പോഴെന്താ ചെയ്യുന്നത്? ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തങ്ങളെ തന്നെ മേയ്ക്കുക, അവനവനെ തന്നെ ഫീഡ് ചെയ്യുക. ഇടയൻ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ആടിനെ മേയ്ക്കേണ്ടവനാണ്. ആടിന് ഭക്ഷണം കണ്ടെത്തി കൊടുക്കുക. ഇടയൻ്റെ പ്രധാനപ്പെട്ട 2 റോളുകളിലൊന്ന് ആടുകൾക്ക് കൃത്യമായി ഭക്ഷണമുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവയെ അവിടെ കൊണ്ട് തീറ്റിക്കുക എന്നുള്ള ജോലിയാണ് അയാൾ ചെയ്യുന്നത്. അവയെ സൂക്ഷിക്കുന്ന ഷീപ്പനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവയെ കൊണ്ടുവന്ന് എവിടെയാണ് പച്ചപ്പുള്ളത് അവിടെ കണ്ടുപിടിച്ച് വെള്ളമുള്ളിടത്തുകൊണ്ട് കുടിപ്പിച്ച് സുരക്ഷിതമായിട്ട് അവയെ ഈ കൂട്ടിനകത്ത് കയറ്റി വാതിലടയ്ക്കുന്നിടം വരെ സൂക്ഷ്മദൃക്കായി നിൽക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഇടയൻ എന്ന് പറയുന്നത്. അതാണ് ഇടയൻ്റെ ജോബ് ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർ. അവരെങ്ങനെ തങ്ങളെ തന്നെ മേയ്ക്കുന്ന? ഇവിടെ എഴുതി, നിങ്ങൾ മേധസ് തിന്നുന്നു, നിങ്ങൾ ആട്ടുരോമം ഉടുക്കുന്നു, തടിച്ചിരിക്കുന്നവയെ അറുക്കുന്നു. അപ്പം ഇവരുടെ തങ്ങളെ തന്നെ ഓർണമെൻ്റ് ചെയ്യാനായിട്ട്, തങ്ങളെ തന്നെ മേയ്ക്കാനായിട്ട്, തങ്ങളെ തന്നെ വർദ്ധിപ്പിക്കാനായിട്ട്, തങ്ങളെ തന്നെ പോഷിപ്പിക്കാനായിട്ട് ഇവർ ആടുകളെ കൊന്നുകൊണ്ടിരിക്കുക. മേധസ് തിന്നാൻ ഒരെണ്ണത്തിനെ കൊല്ലണം, ആട്ടുരോമം കൊണ്ട് ഉടുപ്പുണ്ടാക്കണമെങ്കിൽ വേറൊരെണ്ണത്തിനെ കൊല്ലണം, പിന്നെ എന്ത് വേണം? തടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒന്നിനെ അറുത്ത് തിന്നണം. കണ്ടോ? ഇടയൻ ഇപ്പോൾ തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഘട്ടത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ദൈവം നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. സ്വാർത്ഥന്മാരായ ഇടയന്മാരുണ്ടായി, നേതൃത്വങ്ങളുണ്ടായി വരുന്നു. നിങ്ങളും ചുറ്റും നോക്കുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. ക്രിസ്തീയ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരിയേറെ ക്രിറ്റിസിസം ഉണ്ടാവും, ഒത്തിരിയേറെ ചോദ്യങ്ങളുണ്ടാവും. പാസ്റ്റർമാരെ പറ്റിയോ, ലീഡർമാരെ പറ്റിയോ, അച്ഛന്മാരെ പറ്റിയോ, അങ്ങനെ ഒത്തിരി മേഖലകളിൽ നമുക്ക് നേതൃത്വങ്ങൾ, പ്രസിഡന്റുമാരെ, ബിഷപ്സിനെ പറ്റിയൊക്കെ ഉണ്ടാകും നമുക്ക് ചോദ്യങ്ങൾ. ഇതുപോലത്തെ ചോദ്യങ്ങളുണ്ടായൊരു സമയമാണിത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. യെഹെസ്കേൽ അതാണ് പ്രവചിക്കുന്നത്. പ്രവാചകൻ പറയാണ്, ഇടയന്മാർ അവരുടെ ജോലിയല്ല ചെയ്യുന്നത്, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞവർ. ജനത്തെ മേയ്ക്കേണ്ടവൻ തങ്ങളെ തന്നെ മേയ്ക്കുന്ന, തങ്ങളെ തന്നെ ഫീഡ് ചെയ്യുന്ന, പോഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി. ആടിൻ്റെ ജീവനോ അവരുടെ വളർച്ചയ്ക്കോ പ്രസക്തമല്ല. അവരുടെ പ്രശ്നം
അപ്പോൾ തങ്ങളെ തന്നെ എന്നിട്ട് പറയുന്ന കാര്യങ്ങൾക്കകത്താണ് ഇടയൻ്റെ പ്രധാനപ്പെട്ട റോളുകൾ ആ 4-ാമത്തെ വാക്യം തൊട്ടുണ്ട്. ഞാനത് വായിക്കാം. 1-ാമത്തെ കാര്യം, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുന്നില്ല. ഇതാരുടെ പണിയാണ്? ഇടയൻ്റെ പണിയാണ്. ഒരാൾ ബലഹീനമായാൽ അവനെ ശക്തീകരിക്കുന്നത് ആരാണ്? ഇടയൻ്റെ. 4-ാമത്തെ വാക്യമാണ് അത് വ്യക്തമായിട്ട് പറയുന്നത്. ഇടയൻ്റെ ജോലിയാണ്. നിങ്ങൾ ബലഹീനമായതിനെ നിങ്ങൾ ശക്തീകരിക്കുന്നില്ല, ദീനം പിടിച്ചതിനെ നിങ്ങൾ ചികിത്സിക്കുന്നില്ല, പിന്നെന്താണ്, ഒടിഞ്ഞ ഒരെണ്ണത്തിന് നിങ്ങൾ മുറിവ് കെട്ടുന്നില്ല, ചിതറിപ്പോയതിനെ തിരിച്ച് വരുത്തുന്നില്ല, പിന്നെ കാണാതെ പോയതിനെ അന്വേഷിക്കുന്നില്ല, നിങ്ങൾ അവയെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. മേയ്ക്കേണ്ടവൻ ഭരിക്കുന്നു. നമ്മൾ അസ്വസ്ഥപ്പെടുന്ന ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ. ദൈവജന എന്ന നിലയ്ക്ക് നമ്മുടെ ഉള്ളിലൊക്കെ നമ്മളെ മേയ്ക്കേണ്ട സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നാം മേയ്ക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ ഭരണത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു അപജയം ക്രിസ്തീയ ലോകത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്തീയ സമൂഹങ്ങൾക്ക് അപജയം ലോകത്തുടനീളം സംഭവിച്ചിട്ടുള്ള എല്ലായ്പ്പോഴും അങ്ങനെയാണ്. എവിടെയുള്ള ഇടയന്മാർ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോയോ അവിടെ എല്ലാം എന്തുണ്ടായി? ഈ പ്രശ്നം ഉണ്ടായി വന്നു. ബലഹീനതമായ ഒരെണ്ണം ഉണ്ടെങ്കിൽ, ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിനെ ശക്തീകരിക്കണം, പ്രധാനമാണ്. കുഞ്ഞുങ്ങളെ തോളത്തെടുത്തുകൊണ്ട് തള്ളകളെ നടത്തുന്നു എന്ന് പറയുന്ന പദപ്രയോഗമുണ്ട്. ഇതൊക്കെ പ്രവാചകൻ പറയുന്ന വാക്കുകളാണ്. ദീനമായതിനെ ചികിത്സിക്കണം. ഒരെണ്ണത്തിന് ക്ഷീണമുണ്ട്, രോഗമുണ്ടെന്നുണ്ട്, അതിന് കൊടുക്കേണ്ട മരുന്ന് കൊടുക്കണം. ഒടിഞ്ഞതിനെ മുറിവ് കെട്ടണം, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തണം, കാണാതെ പോയതിനെ അന്വേഷിക്കണം. ഇത് ഇടയൻ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ദൈവം നിശ്ചയിച്ചേക്കുന്ന ദൈവിക സംവിധാനത്തിനകത്ത് ഇടയന്മാർ വളരെ പ്രധാനപ്പെട്ട, ഇടയ മനസ്സുള്ള, ഇടയ ശുശ്രൂഷയുള്ള, ഇടയൻ്റെ ചിന്തയുള്ള മനുഷ്യരാവശ്യമാണ്. ഇടയൻ്റെ ആ വൈകാരിക തലങ്ങളിൽ അവൻ ചിന്തിക്കുന്ന ചിന്തകളുള്ള മനുഷ്യരാവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയും, സമൂഹത്തിന് വളരാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന എല്ലാ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതകളാണ്. ഒടിഞ്ഞും മുറിവും ചെതറിപ്പോക്കും എല്ലാം ഇതിനകത്തുള്ളതാണ്. സഭയാകട്ടെ സമൂഹമാകട്ടെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഒരു ഇടയൻ്റെ മനസ്സുള്ള ഒരുവന് മാത്രമേ ഇതിനകത്ത് ഇടപെടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവം പറയാ, ഞാൻ നിശ്ചയിച്ചിട്ടുള്ള സകല ഇടയന്മാർ ഈ പരിപാടിക്ക് പോയേക്കുക. പിന്നെ അവിടെ താഴേക്ക് പറയുന്നത്, നിങ്ങൾ ആ 34-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാവും. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയ്ക്കുകയും ആടുകളെ മേയ്ക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു, ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു, ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും, ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കുകയില്ല. ദൈവം വളരെ സ്ട്രോങ് ആയ കാര്യത്തിനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി യഹൂദ പശ്ചാത്തലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ നിലവിളിക്കുക, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഇടയൻ എപ്പോഴാണ് വരുന്നത്, ഞങ്ങളുടെ മെശിഹ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് അവൻ്റെ വരവ്. ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉള്ളിൽ ഞരങ്ങുന്ന കാലഘട്ടത്തിൻ്റെ ഒടുവിലാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ അവനിലുള്ള ഇടയൻ എങ്ങനെ വെളിപ്പെടുന്നതെന്നറിയാമോ? നിങ്ങൾക്ക് മത്തായി സുവിശേഷം 9:36 വായിച്ചാൽ അത് ഏറെക്കുറെ അത് മനസ്സിലാവും. കർത്താവിന് എങ്ങനെയാണ് ആ സാഹചര്യം മനസ്സിലാവും. 9:36 മത്തായി. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കണ്ടോ, ഇതാണ് അതിൻ്റെ കാരണം. അവൻ നോക്കിയപ്പോൾ, അവനെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഇടയനുണ്ട്. ആ ഇടയൻ്റെ കണ്ണുകളുണ്ടോ നോക്കിയപ്പോൾ ആ പുരുഷാരം കുഴഞ്ഞവരാണ്, ചിന്നിയവരാണ്. അവരെക്കുറിച്ച് അവനുണ്ടായ ബോധം എന്താണ്? ആ ഫീലിംഗ് എന്താണ്? അവന് മനസ്സലിഞ്ഞു. ഹി വാസ് കമ്പാഷനൈറ്റ്. ഇടയൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ ആടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ ഹൃദയം അലിയും. അവൻ്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ദൂതന്മാർ ഇറങ്ങി വന്ന് പാടുന്ന ഇടയന്മാരോട് മെസ്സേജ് കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇടയന്മാർ എവിടെ കിടക്കുന്നറിയോ? വെളിമ്പ്രദേശത്താണ് കിടക്കുന്നത്. എവിടെ? ആരുടെ ഒപ്പം? ആടുകളുടെ ഒപ്പം. അവർ സേഫ്റ്റി സ്ഥലത്തല്ല കിടക്കുന്നത്, അവർ കിടക്കുന്ന ആടുകൾക്കൊപ്പം. അതുകൊണ്ടാണ് കർത്താവ് അല്ലെങ്കിൽ ദൂതന്മാർ അവിടെ ചെന്ന് അവരോട് പോയി സന്ദേശം പറയുക. ഇടയൻ്റെ ജീവിതം ആടുകളുടെ ജീവിതവുമായിട്ട് ഇടപെടിയിരിക്കുന്നു. ആ മണമൊക്കെ ഉണ്ടാവും അവരുടെ ശരീരത്ത്. നിങ്ങൾ
നമ്മുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാനായിട്ട് മീൻപിടുത്തം തൊഴിലാക്കുന്ന ആളുകളുടെ ഇടയിൽ ചെന്ന് നോക്കിക്കേ, മീനിൻ്റെ മണം ഉണ്ടാവും, ശരീരത്തിനുണ്ടാവും. മണ്ണിൽ പണിയുന്ന ആളുകൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, മണ്ണിൻ്റെ മണം ഉണ്ടാവും, ചെളി ഉണ്ടാവും ശരീരത്തിൽ, അല്ലേ? എന്ത് ജോലി ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഈ പാക്ക് എന്ന് പറഞ്ഞ സൗണ്ട്, പാക്ക് എന്ന് പറഞ്ഞാൽ ഈ അടയ്ക്കയുടെ ചെറിയ ടെൻഡർ ഫോമാണ് പാക്ക്. ഇവിടെ അങ്ങനെ കാണാറില്ലെന്ന് തോന്നുന്നു. ഈ പാക്കും തോട്ടമുണ്ട് ഞങ്ങളുടെ. അപ്പോൾ ഈ പാക്കിൻ്റെ പണിയെടുക്കുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഇതിൻ്റെ മണം ഉണ്ടാവും ഭയങ്കരമായിട്ട്. നമ്മളെന്ത് ജോലി ചെയ്യുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്മെല്ലുണ്ടാവും ശരീരത്തിന്, ആ അഴുക്കുണ്ടാവും. നമ്മൾ അപ്രീഷിയേറ്റബിൾ അല്ല മറ്റുള്ളവരുടെ മുമ്പിൽ. ഇടയൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ആടുകളൊപ്പം ജീവിച്ച് തിന്നു കുടിച്ച് അതിൻ്റെ ഒപ്പം അതിനെ നോക്കി അതിനുവേണ്ടി ജീവിക്കുന്ന ജീവിതത്തിനിടയിൽ അവനെപ്പറ്റി തന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവൻ്റെ ഗ്ലാമറൊന്നും അവൻ്റെ പ്രശ്നമല്ല. അവൻ്റെ ജീവിതം മുഴുവൻ ആടുകൾക്ക് വേണ്ടിയാണ്. അങ്ങനത്തെ ഇടയന്മാർ കുറഞ്ഞു വരുമ്പോഴാണ് ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്? അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ എങ്ങനെയാ കുഴഞ്ഞവരും ചിന്നിയവരുമായിട്ട് കണ്ടു. ജനം കുഴഞ്ഞു പോകുന്നതും ചിന്നിപ്പോകുന്നതൊക്കെ എപ്പോഴാണെന്നറിയാമോ? ഇടയൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ്. ഇടയ മനസ്സുകൾ ഇല്ലാതെയാകുമ്പോഴാണ്. ഇടയ മനസ്സുകൾ നമുക്കിടയിൽ കുറഞ്ഞു വരും. നമുക്കിടയിൽ നേതൃത്വങ്ങൾ ധാരാളം ഉണ്ടാവാം, അഭിഷക്തന്മാർ ധാരാളം ഉണ്ടാകാം, കഴിവുള്ളവരും അറിവുള്ളവരും ഡിഗ്രി ഉള്ളവരും ഉണ്ടാകാം. നമ്മുടെ ഇടയിൽ പ്രഭാവമുള്ളവരുടെ ഒരു സംസാരശേഷിയും നല്ല പ്രസംഗരൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ പോയിൻ്റ് അതല്ല. ഒരു ഇടയൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ സഭയ്ക്ക് മാത്രം ബാധകമായ ഒരു യാഥാർത്ഥ്യമല്ല. അതൊരു കുടുംബത്തിന് പ്രാധാന്യമാണ്, ഒരു സമൂഹത്തിന് പ്രാധാന്യമാണ്. ഇടയ മനസ്സുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജനത്തിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പഴയ നിയമത്തൊട്ട് കാണുന്ന ദൈവത്തിൻ്റെ ഒരു പരാതിയാണ്. ഞാൻ ആക്കി വെക്കുന്ന നേതൃത്വങ്ങൾക്ക് അവർ തങ്ങളെ തന്നെ മേയ്ക്കുകയും ജനത്തെ മേയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. ഇവിടെ യേശു കർത്താവിന് ഇത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്നതെന്നറിയാമോ? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തുണ്ട്, വേലയ്ക്ക് ആളില്ല. ഈ വേലയ്ക്ക് ആളുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട വേറെ സെറ്റപ്പ് ചെയ്യുന്നുണ്ടാണ് പിന്നെ പറയുന്നത്. കൊയ്ത്ത് വേല എന്ന് പറയുന്നത് ആട് ബന്ധപ്പെട്ടല്ല, അഗ്രികൾച്ചറൽ ഫോമാറ്റാണ് പറയുന്നത്. അവിടെ വേലക്കാർ കുറവാണ്. പ്രസംഗകർ ധാരാളമുണ്ട്, നേതൃത്വത്തിന് ധാരാളമുണ്ട്, വിദ്യാവിചക്ഷണന്മാർ ധാരാളമുണ്ട്, എല്ലാം ഉണ്ട്. പ്രശ്നം അതല്ല, വേലക്കാർ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം കർത്താവ് പറയുന്നിടത്താണ്. ഇടയൻ ഇല്ലാതെയാകുന്നു, ഇടയൻ്റെ അഭാവം ഉണ്ടാകുന്നു. ഇടയനില്ലാത്ത അവസ്ഥയിൽ ജനം ചെതറുന്നു, ചിന്നിക്കിടക്കുന്നു. അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. ചീത്ത ഇടയന്മാരുടെ കാലഘട്ടത്തിലാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. അല്പസമയം മുമ്പ് നമ്മൾ എന്താ ചെയ്തത്? ആ മരണത്തെയും പുനരുത്ഥാനത്തെയും ഓർമ്മിക്കും. കർത്താവ് പറഞ്ഞ പോലെ തന്നെ ചെയ്തു കേട്ടോ. അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. ആ ജീവനില്ലേ നമുക്കിന്ന് ജീവനില്ല. മറ്റാരും തന്ന ജീവനല്ല നമ്മുടെ ജീവൻ, കർത്താവ് തന്ന ജീവനാണ്. അവൻ തന്ന ജീവനെ നമുക്കുള്ളൂ. ആ ജീവനാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, നിലനിർത്തുന്നത്. അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ജനത്തിൻ്റെ പാദർച്ച കണ്ട് അവൻ തന്നെ വിട്ടുകൊടുക്കുക, തൻ്റെ പ്രാണനെ യാഗമായിട്ട് അർപ്പിക്കുക. ആരുടെയെങ്കിലും മുമ്പിൽ തെറ്റ് ചെയ്തിട്ടോ ആരുടെയും പിടിച്ചു പറിച്ചിട്ടോ ആയിരുന്നില്ല. തൻ്റെ ജീവിത നിയോഗമാണ്. ഞാൻ ഇടയൻ എന്ന നിലയ്ക്ക് എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. അത്തരം ഇടയന്മാർ കുടുംബങ്ങളിലുണ്ടാകണം, സഭകളിലുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവജനം ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർ ചെതറിപ്പോകും. ഒരു ആടിൻ്റെ പ്രശ്നം എന്താ അറിയാമോ? ആടിന് അല്ലെങ്കിൽ ചെമ്മരിയാടിൻ്റെ പ്രശ്നം, അതിന് സ്വയമേവ സഞ്ചരിക്കാൻ കഴിയില്ല. അവയ്ക്ക് ഒരു ഇടയൻ്റെ സഹായം ആവശ്യമുണ്ട്. കാരണം അവരങ്ങനത്തെ ടൈപ്പ് ജീവികളാണ്. ആ ടൈപ്പ് അങ്ങനത്തെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ പടമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവയ്ക്ക് ഈ കൂർത്ത കൊമ്പുകളൊന്നുമില്ല. ശത്രുവിനെ എതിരിടാനായിട്ട് കൂർത്ത കൊമ്പുകളൊന്നുമില്ല. അതിനാണല്ലോ കൊമ്പുകളെ കൊടുത്തേക്കും. അങ്ങനെ ഇടിക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ തകർത്ത് ജയിക്കാനുള്ള ശേഷികളൊന്നും അവർക്കില്ല. അവരെ സംരക്ഷിക്കാൻ ഒരാൾ വേണം അവരുടെ കൂടെ.
നമ്മൾ നമ്മളെ തന്നെ പ്രതിരോധമില്ലാത്തവരാക്കുമ്പോൾ, നമ്മളിലെ കഴിവില്ലാത്തവരാക്കുക, നമ്മൾ നിശബ്ദരാകുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തീയ സമൂഹങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, പ്രാണൻ പോകുന്നുണ്ട് ഒത്തിരി പേരുടെ. അതൊന്നും ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചെറിയ ചെറിയ ന്യൂസുകളായിട്ട് മാത്രം വരും. നൈജീരിയയിലും മറ്റു സ്ഥലങ്ങളെല്ലാം ദൈവം നിശബ്ദനാവും നമ്മളാരും വിചാരിക്കണ്ട. ഇടയൻ ഇപ്പോഴും ഉണ്ട്, ഇടയൻ ഇപ്പോഴും സജീവമാണ്. ഇടയൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുകയും ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയന്മാരെ പറ്റി പത്രോസ് പറയുന്ന ഒരു വാക്കിന് വായിച്ച് ഞാൻ അവിടെ അവസാനിപ്പിക്കാം. 1 പത്രോസ് 5:2. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. മതി. അത് പിന്നെ അതിൻ്റെ വിശദീകരണം ധാരാളമുണ്ട്. കീഴടങ്ങിയിരിക്കണം, ഓപ്പന്മാർ കീഴടങ്ങിയിരിക്കണം, ഇളയവരെ ഓപ്പന്മാർ കീഴടങ്ങി, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുള്ള, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് ഈ ഭാഗം മാത്രം ചിന്തിച്ചിട്ട് പോകാം. ദൈവത്തിൻ്റെ ഹിതമാവണ്ണം മനഃപൂർവ്വമായിട്ട്, ദുരാഗ്രഹത്തോടെയല്ല. ഇടയൻ പ്രവർത്തിക്കേണ്ട ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ. ഇടവമേൽ കർത്തൃത്വം നടത്തുന്ന ലോഡ്ഷിപ്പ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആട്ടിൻകൂട്ടം മാതൃക തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. ഇപ്പം ദൈവം തൻ്റെ ദാസന്മാരിലൂടെ, തൻ്റെ ജനത്തിലൂടെ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ മാത്രമാണ് ഇടയെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പാസ്റ്റർ മാത്രം ഇടയനെന്നോ നമ്മളാരും ചിന്തിക്കേണ്ട. നമ്മളെയൊക്കെ എവിടെയൊക്കെയോ ഇടയന്മാരായിട്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരു കോൺഗ്രിഗേഷനിലായിരിക്കാം, അല്ല ചില മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരിക്കാം. നമ്മളിലും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഇടയൻ്റെ കമ്പാഷനേറ്റ് ഹൃദയമാണ്. നശിച്ചു പോകുന്ന, തകർന്നു പോകുന്ന മനുഷ്യന് വേണ്ടിയുള്ള ഒരു ദയയുള്ള ഒരു മനസ്സ്, അതാണ് ഇടയൻ്റെ മനസ്സ്. അത് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 1 പത്രോസ് 2:25 ഒന്ന് വായിക്കാമോ? നിങ്ങൾ തെറ്റിയുഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നമ്മൾ ആത്മാക്കളുടെ ഇടയനാണ് അവൻ. ഇടയൻ എന്ന് പറയുന്നതിൻ്റെ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് മനസ്സിലാകുന്ന ഏറ്റവും പ്യൂറസ്റ്റ് ഫോം, അവൻ ആത്മാക്കളുടെ ഇടയനാണ്. നമ്മുടെ കർത്താവ് ആത്മാക്കളുടെ ഇടയനാണ്, അധ്യക്ഷനുമാണ്. നമ്മൾ അവനിലേക്കാണ് മടങ്ങി വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലും ആത്മീയ അന്തരീക്ഷത്തിലും സഭാന്തരീക്ഷത്തിലും, അതുപോലെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമുക്ക് മുമ്പിൽ ഒരു ഇടയനുണ്ട്. നമ്മുടെ ഈ കണ്ണിന് കാണാൻ പറ്റില്ല, പക്ഷേ അവൻ്റെ വാക്ക് എന്താണെന്നറിയാമോ? നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തേക്ക് ഞാൻ അവിടെ മധ്യത്തിലുണ്ട്, അല്ലേ? അങ്ങനത്തെ ഇടയനാണ് നമുക്കുള്ളത്. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്ന എൻ്റെ കർത്താവിൻ്റെ ഇടയൻ ഇവിടെ ഉണ്ട്, അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, അല്ലേ? നമ്മുടെ ഞരക്കങ്ങളെ അവന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളവിടെ നിങ്ങളുടെ ഉള്ളിൽ പിടയ്ക്കുന്ന പിടച്ചിലൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ മാത്രം. നിങ്ങളുടെ ഉള്ളിലെ ചോദ്യങ്ങൾ എനിക്കറിയാൻ കഴിയില്ല, എനിക്കത് മനസ്സിലാവില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള അങ്കലാപ്പുകൾ എനിക്കറിയില്ല. നാളത്തെപ്പറ്റി, അടുത്ത ആഴ്ചയെ പറ്റിയുള്ള ഭാരങ്ങൾ എനിക്കറിയാൻ കഴിയില്ല. പക്ഷേ അതൊക്കെ തൊട്ടറിയാൻ കഴിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതാ കർത്താവ് പറഞ്ഞ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമുക്ക് കാണാനായിട്ട് വിഗ്രഹങ്ങളോ ഒരു കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും അവൻ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും, നമ്മുടെ സന്നിധിയിൽ ആത്മരൂപിയായി വരുന്നത്. അതുകൊണ്ട് ആത്മാക്കളുടെ ഇടയെന്ന് പറയാൻ കാരണം അവൻ ആത്മരൂപിയായി നമ്മുടെ ഇടയിലുള്ള കർത്താവാണ്. ഇന്ന് പോൽക്കാലം നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ദിവസം നിൽക്കാമോ?